ഹലോ എല്ലാവർക്കും നമസ്കാരം. ആദിരാമിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. എല്ലാവരും ചെയ്തു നോക്കി, എനിക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു തന്നു. എല്ലാവരും നന്നായിരുന്നു പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്താ പറയുക, പുതിയ സബ്സ്ക്രൈബേഴ്സ് കിട്ടി എനിക്ക്, അതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്. എന്താ പറയുക, എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് ചക്ക എന്നുള്ളത് അല്ലേ. അപ്പോൾ ചക്ക അല്ല, ചക്കക്കുരു വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചക്കക്കുരു കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ചക്കക്കുരു കട്ട്ലേറ്റ് അയ്യോ, പക്ഷേ കഴിച്ചു നോക്കി വേണ്ടില്ല, പൊള്ളി സാധനം എന്ന് പറഞ്ഞാൽ പൊള്ളി സാധനം. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മൾ മീറ്റ് കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ്, ആ ഒരു ടേസ്റ്റൊക്കെയാണ് അതിന് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈഫാണ് ഉണ്ടാക്കുന്നത്. അധികം വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു ചക്കക്കുരു കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചക്കക്കുരു വേവിച്ച് മിക്സിയിലിട്ട് അടിച്ചു വെച്ചേക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചു വെച്ചേക്കാണ്. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, 2 മുട്ട, ബ്രെഡ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മിൽമയുടെ കുപ്പിയിലാണെങ്കിലും കുരുമുളക് പൊടിയാണ്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർക്കുന്നത്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. സവാള പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റാം. സവാള പാകത്തിന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. മസാല ഒക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ചക്കക്കുരു പൊടിച്ചതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കാം. ഈ കുഴച്ച് വെച്ചേക്കുന്നതിന് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി കയ്യിൽ വെച്ച് തന്നെ പരത്തി കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി. ഈ കട്ട്ലറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ്. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം.
പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കട്ട്ലറ്റ് ഓരോന്നായിട്ടെടുത്ത് ആ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ആവശ്യത്തും നന്നായിട്ട് ബ്രെഡ് പൊടി പറ്റണം, നന്നായിട്ട് കോട്ടാവണം. അത് ഇതിനെ ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുക. ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ വറുത്ത് പോരാം. രണ്ട് വശവും നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഒരു മീറ്റ് കട്ട്ലറ്റ് കഴിക്കുന്ന ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.